ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് അല്പസമയം നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവവചനം ധ്യാനിക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം 2 വാക്യങ്ങളാണ്. ഒന്ന് സദൃശ്യവാക്യം 14-ാം അധ്യായം 30-ാമത്തെ വാക്യം, അസൂയ അസ്ഥികൾക്ക് ദ്രവത്വം. യെശയ്യാപ്രവചനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ഇത് രണ്ടും വാക്യങ്ങളും ഒരുപോലെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ പരേതനായ ആർച്ച് ബിഷപ്പ് വില്യം ടെമ്പിൾ ഈ നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും എന്നുള്ള ആ വാക്യം, അതിനെപ്പറ്റി ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. മിക്ക ആളുകൾക്കുമുള്ള പ്രശ്നം അവരുടെ പാവം കടുംചുവപ്പല്ല, പിന്നെയോ ഇളം ചാരനിറമാണെന്നാണ് ആ ബിഷപ്പിന്റെ വ്യാഖ്യാനത്തിൽ കിടക്കുന്നത്. ഈ ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന വളരെയധികം മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരുവന്റെ പാവം കടുംചുവപ്പാണെങ്കിൽ അതെടുത്തറിയും, സ്വന്തം ദൃഷ്ടിയിൽ അത് വെളിവാകും, മറ്റുള്ളവർ എളുപ്പം കാണും. എന്നാൽ അത് ഇളം ചാരനിറത്തിലാണെങ്കിൽ സ്വന്തമായിട്ടും അതിനെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരത് കാണുകയും ചെയ്യത്തില്ല. അപ്പൊ 2 കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി വലിയ ഒരു കൺസേൺ നമ്മുടെ ജീവിതത്തിൽ തോന്നുകയില്ല. ഇവിടെ പറയുന്നത് ഈ അസൂയ എന്നുള്ള പാപം ഈ ചാരനിറത്തിലാണെന്നാണ് ഈ ബിഷപ്പ് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞങ്ങൾക്കാർക്കെങ്കിലും അസൂയുണ്ടോ? എനിക്ക് അസൂയുണ്ടോ? എല്ലാവരും ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ഈ അസൂയ എന്നുള്ള രോഗമുണ്ടെന്നുള്ളത്. ഈ നാം വെറുക്കുന്ന അനേകം മ്ലേച്ഛ പാപങ്ങളെക്കാൾ മനുഷ്യർക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് ഈ അസൂയ എന്ന പാപം. അതിനെപ്പറ്റി നമ്മൾ ഓർക്കാറില്ല, അതിനെപ്പറ്റി നമ്മളങ്ങനെ കൺസേൺഡ് ആകാറില്ല. എന്നാൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു രോഗമാണ്, അല്ലെങ്കിൽ ഒരു അസുഖമാണ് ഈ അസൂയ എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, കാരണം ഇതിന് ചാരനിറമാണെന്നാണ് ഈ ബിഷപ്പ് പറയുന്നത്. എന്നാൽ അസൂയ വരുത്തിയിട്ടുള്ള ദോഷം അതിഭയങ്കരമാണ് എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു. അത് അല്പസമയം നമുക്ക് ഒന്ന് ധ്യാനിക്കാം, നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം ശ്രദ്ധിച്ചു വായിച്ചാൽ സ്പഷ്ടമായി കാണാവുന്ന ഒരു കാര്യമുണ്ട്. അസൂയയാണ് ആദ്യത്തെ പാപം. അസൂയയുടെ സന്തതികളാണ് മറ്റു പാപങ്ങളൊക്കെ. അപ്പം യഹൂദ പാരമ്പര്യപ്രകാരം, അവരുടെ വിശ്വാസപ്രകാരം സാത്താൻ ഒരു കാലത്ത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന പ്രധാന ദൂതനായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരമാധികാരത്തില് സാത്താന് സ്വല്പം അസൂയുണ്ടായി. അവൻ ദൈവത്തിന് സമനാകുമെന്ന് നിശ്ചയിച്ചു. ഇപ്പൊ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇതേപ്പറ്റി നാം വായിക്കുന്നുണ്ട്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. നമ്മൾ യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ വായിക്കുന്ന ഭാഗമാണ്.
വളരെ പ്രസിദ്ധമായ ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന ഗ്രന്ഥത്തിൽ സാത്താൻ ദൈവത്തോട് മത്സരിക്കുന്നതിൻ്റെ സങ്കല്പ വിവരണം നമുക്ക് കാണാവുന്നതാണ്. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടായിരിക്കുക ഈ പുസ്തകം. യഹൂദ പാരമ്പര്യം ആസ്പദമാക്കിയാണ് മിൽട്ടൺ ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. അപ്പം സ്വർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട സാത്താൻ, ദൈവം കണ്ടുപിടിച്ചു ഈ സാത്താൻ ദൈവത്തിനെതിരായി മത്സരിക്കുകയാണ് ദൈവത്തോട് സമനാകാൻ. സ്വർഗത്തിൽ നിന്ന് അതുമൂലം പുറത്താക്കപ്പെട്ട ഈ സാത്താൻ ദൈവത്തോട് പ്രതികാരം ചെയ്യുന്നതിന് ഏദൻ തോട്ടത്തിൽ ഒളിച്ചു കയറി ഹവ്വായെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. പാമ്പിന്റെ രൂപത്തിൽ സാത്താൻ ഹവ്വായെ സമീപിക്കുന്നു. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം മനുഷ്യന് വിലക്ക് നൽകിയിരുന്നു. പാമ്പ് ഹവ്വായോട് പറയുന്നത് കേൾക്കുക. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. സാത്താന്റെ വാദം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. മനുഷ്യൻ തനിക്കൊപ്പം ആവുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. മനുഷ്യന്റെ ഉയർച്ചയിൽ അസൂയാലുവാണ് ദൈവം. അതുകൊണ്ടാണ് ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നത്. ഇത് കേട്ട ഹവ്വ വിലക്കുള്ള കനി പറിച്ചു തിന്നുന്നു. ആദ്യ പാപം അസൂയയാണ് എന്ന് നാം ഇവിടെ മനസ്സിലാക്കുകയാണ്. മനുഷ്യന്റെ രണ്ടാമത്തെ പാപം സ്പഷ്ടമായും അസൂയയിൽ നിന്നുള്ളതാണെന്ന് നമുക്കറിയാം. കയീനും ഹാബീലും. കയീനും ഹാബേൽ യഹോവയ്ക്ക് ബലി കഴിക്കുന്നു. വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ്. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിക്കുന്നു. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് കോപമുണ്ടായി. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ അവന്റെ ബലിയിൽ പ്രസാദിച്ചില്ലെങ്കിൽ ന്യായമായും കോപിക്കേണ്ടത് ആരോടാണ്? യഹോവയോടാണ്. എന്നാൽ കയീൻ കോപിക്കുന്നത് ഹാബേലിനോടാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, അസൂയ ഒരിക്കലും യുക്തിസഹമല്ല. യുക്തിക്ക് നിരക്കാത്തതാണ് അസൂയ എന്ന് പറയുന്നത്. ഹാബേലിന് യഹോവയുടെ പ്രീതി ലഭിച്ചു, തനിക്ക് ലഭിച്ചില്ല. ഇതിൽ അവൻ അസൂയാലുവായി. ഒന്നാമത്തെ കൊലപാതകം അസൂയ മൂലമായിരുന്നു. എക്കാലത്തെയും എവിടെയും മനസാക്ഷിയെ ഇരുളാക്കുന്നതും യുക്തിയെ ഇല്ലാതാക്കുന്നതുമാണ് അസൂയ. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ എന്ന് നല്ലതുപോലെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. റോമാലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം 30 വരെയുള്ള വാക്യങ്ങളിൽ പാപങ്ങളുടെ ഒരു പട്ടിക പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അസൂയയും രണ്ടാമത് കൊലയുമാണ്. അസൂയയും കൊലയും തുല്യ പാപങ്ങളാണ് എന്നാണ് പൗലോസ് വീക്ഷിക്കുന്നത്. നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇത് നമുക്കുണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ അസൂയ എന്ന് പറയുന്നത് അത് വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. തങ്ങൾക്ക് തന്നെയും മറ്റുള്ളവർക്കും അദൃശ്യമായ ഒരു കാര്യമാണ് അസൂയ. ലോകത്തിലെ ഏറ്റവും ഹീനമായ കൃത്യങ്ങൾ പലതും അസൂയയിൽ നിന്നാണ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യോസഫിന്റെ സഹോദരന്മാർ അവനെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടു. അവന്റെ പ്രാണസങ്കടം കണ്ടിട്ടും അവന്റെ അപേക്ഷ കേൾക്കാതെ അവനെ അടിമയായി വിൽക്കുന്നു. അതിന് കാരണമോ സഹോദരന്മാർക്ക് അവനോട് അസൂയയായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ഹീനമായ പാപം യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എങ്ങനെയെങ്കിലും യേശുവിനെ ക്രൂശിക്കണമെന്ന് യഹൂദ നേതാക്കന്മാർ നിശ്ചയിക്കുന്നു. അതിനായി അവനെ പിടിച്ച്
ന്യായവിസ്താരത്തിന് പീലാത്തോസിന്റെ പക്കൽ കൊണ്ടുപോകുന്നു. ഇതേപ്പറ്റി സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് നിറഞ്ഞ് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞു. മത്തായിയുടെ സുവിശേഷം അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പീലാത്തോസ് അറിഞ്ഞു മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ടാണ് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. യേശുവിനെ ക്രൂശിച്ചതിനുള്ള കാരണവും അസൂയയാണ്. സാധാരണക്കാരുടെയും പാപികളുടെയുമല്ല, ആത്മീയരുടെ വിചാരിക്കുന്നവര്, മതാധികാരികളുടെയും ഒക്കെ അസൂയ വളരെയധികം നമുക്കൊക്കെ പലപ്പോഴും കാണാവുന്നതാണ്. ആത്മീയ ഗോളത്തിൽ വിഹരിക്കുന്നവരിലാണ് അസൂയ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതെന്ന് പലപ്പോഴും ചരിത്രം പറയുന്നുണ്ട്. ഇനിയും വേണ്ട, വേദപുസ്തകത്തിലെ മുടിയൻ പുത്രന്റെ ഉപമ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇളയ മകൻ അവന്റെ ഓഹരി വാങ്ങിപ്പോയി സകലതും നശിപ്പിച്ചു. ഗതി മുട്ടിയപ്പോൾ അവൻ സ്വഭവനത്തിലേക്ക് വരികയാണ്. അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു. അവന്റെ തിരിച്ചുവരവിലുള്ള ആനന്ദം, സന്തോഷം ആ ഭവനത്തിൽ തിരതല്ലുകയാണ്. അവിടെ സദ്യ നടക്കുന്നു, വാദ്യവും നൃത്തഘോഷവും നടക്കുന്നു. മൂത്ത മകൻ വയലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു. ഈ കോലാഹലം കേട്ട് എന്താണ് വീട്ടിൽ നടക്കുന്നതെന്ന് ആരാഞ്ഞു. വിവരം ഗ്രഹിച്ചപ്പോൾ അവൻ കോപിച്ച് അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ അപ്പൻ പുറത്തു വന്നവനോട് അപേക്ഷിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ അപ്പനോട് പറയുന്നത് കേൾക്കുക, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതിമാരുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. ഇവൻ ദൂരദേശത്ത് പോയി വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ് ഇവൻ വന്നപ്പോൾ വലിയ സദ്യ ഒരുക്കിയിരിക്കുന്നു. ഇളയ മകന് ഉള്ള സ്വീകരണത്തിൽ മൂത്ത മകനുള്ള അമർഷം ഇത് അസൂയയിൽ നിന്ന് ഉടലെടുത്തതാണെന്നാണ് പറയുന്നത്. ഇളയ മകനോട് പിതാവ് കാട്ടിയ സ്നേഹം മൂത്തവനിൽ അസൂയയും പരിഭവവും ഉണ്ടാക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാകും, ഇവന് കാണുന്നത് ഇളയവനോടുള്ള അസൂയ. അസൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, നമുക്ക് അസൂയ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ എവിടെയാണെങ്കിലും അസൂയ എവിടെ ഉണ്ടാകുന്നുവോ അത് സന്തോഷത്തെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. മൂത്തവ സഹോദരന്റെ സന്തോഷം അവിടെ പോയി. അവന്റെ മാത്രമല്ല, പിതാവിൻ്റെയും വീട്ടിലുള്ള മറ്റുള്ള എല്ലാവരുടെയും അകത്ത് ചെന്നാൽ എല്ലാവരുടെയും സന്തോഷം അവിടെ പോവുകയാണ്. അകത്ത് ചെന്നാൽ അവനും ഈ സന്തോഷത്തിൽ പങ്കാളിയാകാം. പക്ഷേ അസൂയ അവനെ സമ്മതിക്കുന്നില്ല. എന്നും സന്തോഷത്തിന്റെ ശത്രുവാണ് അസൂയ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഓർക്കണം, നമുക്ക് അസൂയ വരുമ്പോൾ നമ്മുടെ സന്തോഷം ഇല്ലാതാകുകയാണ്. എവിടെയാണ് അസൂയ വരുന്നത്? എന്തിനോടാണ് അസൂയ വരുന്നത്? ആരോടാണ് അസൂയ വരുന്നത്? ചിന്തിച്ചു നോക്കുക. ആ സമയം നമ്മുടെ സന്തോഷം ഇല്ലാതെയാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് കുരുടാക്കുന്നതാണ് ഈ അസൂയ എന്ന് പറയുന്ന രോഗം. എല്ലാവരും ആനന്ദിക്കുമ്പോഴും അസൂയക്കാരന് ആനന്ദമില്ലെന്നാണ് പറയുന്നത്. പരാതി, പരിഭവം, പിറുപിറുപ്പ് എന്നിവയാണ് അസൂയക്കാരൻ്റെ ഉള്ളിൽ എപ്പോഴും പൊങ്ങി വരുന്നത്. നഷ്ടം അവന് മാത്രമല്ല, എല്ലാവർക്കുമാണ്. അപ്പൊ നമ്മള് അതുപോലെ ഒത്തിരി ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അസൂയ മനുഷ്യനെ അന്ധനാക്കുന്നു എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ശൗലും ദാവീദുമായിട്ടുള്ള ബന്ധം അത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫെലിസ്ത്യമല്ലനായ ഗോലിയാത്തിന്റെ വെല്ലുവിളി കേട്ട് ഇസ്രായേൽ സൈന്യവും രാജാവും ശൗലും പേടിപ്പിച്ചപ്പോഴേ അവനോട് ഏറ്റുമുട്ടുവാൻ ആരുമില്ലാതിരുന്ന പ്രതിസന്ധിയിലാണ് ദാവീദ് ആ സാഹസത്തിന് ഒരുങ്ങുന്നത്. ശൗൽ രാജാവ് പോലും ദാവീദിനെ ആ വേളയിൽ ഉപദേശിക്കുന്നുണ്ട്. നീ എന്തുവാ ഈ മല്ലനെടുക്ക, നീ എങ്ങനെ ഫൈറ്റ് ചെയ്യും, യുദ്ധം ചെയ്യും, അതുകൊണ്ട് നീ പോവുക, നീ ബാലനത്രേ. എന്നാൽ അസാധ്യമായത് ദാവീദ് സാധിച്ചു. അവൻ ഫെലിസ്ത്യ മല്ലന്റെ തല കയ്യിലേന്തിയാണ് മടങ്ങി വരുന്നത്. ഇതിൽ സന്തുഷ്ടനായ ശൗല് അവനെ പടജനത്തിന് തൻ്റെ പടയ്ക്ക് കമാൻഡറാക്കുകയാണ്. സർവജനത്തിനും അത് സ്വീകാര്യമായിരുന്നു. എന്നാൽ ശൗലിന് അവനോടുള്ള ബഹുമാനം
എളുപ്പം തന്നെ കോപവും കണ്ണുകടിയുമായി മാറി. ഇതിന് കാരണം എന്താണ്? ശൗലും സൈന്യവും തലസ്ഥാനത്തേക്ക് മടങ്ങി വരുമ്പോൾ സ്ത്രീകൾ ആലപിച്ച ഗാനമാണ്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അപ്പൊ ശൗലിനത് കോപമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. അന്ന് മുതൽ ശൗലിന് കണ്ണുകടി കലശലായി. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അന്ന് മുതൽ ശൗലിന് കണ്ണുകടി കലശലായി. ദാവീദിനെ ബഹുമാനിക്കുന്നത് ശൗലിന് സന്തോഷമാണ്. പക്ഷേ 1-ാം സ്ഥാനം തനിക്കായിരിക്കണം. ജനം തന്നെക്കാൾ കൂടുതൽ ദാവീദിനെ ബഹുമാനിച്ചതിന് അതാണ് കുഴപ്പത്തിനെല്ലാം കാരണമാണ്. തന്നെക്കാൾ ഒരു പടി താഴെ നിന്നാൽ ദാവീദ് നല്ലവനാണ്. തനിക്ക് തുല്യനായാൽ അല്ലെങ്കിൽ തന്നെക്കാൾ കൂടുതൽ ജനസമ്മതി ആർജിച്ചാൽ അതിൻ്റെ മട്ടുമാറുന്നത്. അപ്പോൾ അതുവരെയുള്ള പ്രസാദം, സന്തോഷം കണ്ണുകടിയായി മാറുകയാണ്. അസൂയക്കുള്ള പ്രത്യേകത ഇതാണ്. തന്നിലും താണവരോട് അസൂയ ദുർലഭമാണ്. തങ്ങൾക്ക് തുല്യ നിലയിലാകുമ്പോൾ കണ്ണുകടിയാവും. തന്നെക്കാൾ ഉയരുന്നു എന്ന് കണ്ടാൽ കണ്ണുകടി ദുരാത്മാവായി മാറും. പിറ്റേന്നാൾ ദുരാത്മാവ് ശൗലിന്മേൽ വന്നുവെന്ന് 1 ശമൂവേൽ 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. തനിക്ക് ഇത്ര വലിയ സഹായം ചെയ്തവനെ, സിംഹാസനത്തിൽ തുടർന്നു വിരിക്കുവാൻ സഹായിച്ചവനെ എങ്ങനെ വകവരുത്താമെന്നാണ് ഇനിയത്തെ ആലോചന. ഇത്ര വലിയ രോഷം അവനോട് തോന്നുവാൻ ദാവീദ് ചെയ്ത പാപം എന്താണ്? ജനം അവനെ കൂടുതൽ ബഹുമാനിച്ചതിന് അവൻ ശിക്ഷാർഹനാണോ? അതിന് ശിക്ഷിക്കേണ്ടത് ആരെയാണ്? യുക്തിക്ക് അശേഷം നിരക്കാത്ത ഈ പ്രവൃത്തിക്ക് ഗ്രന്ഥകാരനൊരു വ്യാഖ്യാനം മാത്രം കാണുന്നു. ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. അതേ അസൂയ എന്നും കണ്ണു കുരുടാക്കുന്ന ദുരാത്മാവാണ്. മനുഷ്യത്വം ഇല്ലായ്മ ചെയ്യുന്ന പിശാചാണ് അസൂയ എന്ന് പറയുന്നത്. തനിക്കും രാജ്യത്തിനും ഏറ്റവും വലിയ ഉപകാരം ചെയ്തവനെ കൊല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കൊടുംക്രൂരതയുടെ ആത്മാവ് ശൗലിന്മേൽ വരുന്നു. കർത്താവ് സ്നേഹിതരെ, ഞാനിത് വേദപുസ്തകത്തിൽ ഉദ്ധരിച്ച് പറയുമ്പോൾ നാം നമ്മെ പറ്റി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അസൂയ എവിടെയാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത്? ആരോടൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്? അപ്പൊ അതിൻ്റെ തിക്തഫലം ശൗൽ അനുഭവിക്കുകയാണ്. അവന്റെ ഹൃദയത്തിലെ സന്തോഷം എന്നേക്കും ഇല്ലാതായി. അവൻ മാനസിക രോഗിയായി. അവൻ അരമനയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറഞ്ഞ് ദേഷ്യപ്പെട്ടിങ്ങനെ നടക്കുകയാണ്. 1 ശമൂവേൽ 18-ാം അധ്യായത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. ശൗലിന്റെ സ്വന്തം മക്കൾ അവനോട് നീരസത്തിലാകുന്നു. യോനാഥാനും മീഖളും അവരുടെ പിതാവിന്റെ പ്രവൃത്തിയിൽ അമർഷമുള്ളവരായിത്തീരുന്നു. ഇങ്ങനെ കൊട്ടാരത്തിൽ ഭിന്നതയുയർന്നു. സ്വന്തം കുടുംബത്തിൽ സ്വൈരതയില്ലാതാകുന്നു. എവിടെയും സന്തോഷം നശിപ്പിക്കുന്നതാണ് അസൂയ എന്ന് പറയുന്നത്. അസൂയക്കാരന്റെ മാത്രമല്ല, അവൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെയും സന്തോഷം കെടുത്തുന്നതാണ്. അസൂയക്കാരൻ ഒരു സമൂഹത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ തലപ്പത്ത് വന്നാൽ ശൗലിന്റെ കൊട്ടാരത്തിലെ സ്ഥിതിയാകും എന്നെപ്പോഴും ഓർക്കുക. ചില പ്രത്യേകതകളുണ്ട് ഈ അസൂയയ്ക്ക്. ചിന്തകന്മാര് പറയുന്നത് അത് പരന്നൊഴുകുകയില്ല എന്നാണ് പറയുന്നത്. ആർക്കും എല്ലാവരോടും അസൂയയില്ല. ചില പ്രത്യേക ചാലുകളിൽ മാത്രമേ അസൂയ ഒഴുകുകയുള്ളൂ. സകലരുടെയും പ്രശംസ ആർജിക്കുന്ന വിധം ദാവീദ് ഇമ്പകരമായി വീണ വായിച്ചാൽ ശൗലിന് സന്തോഷമേ ഉള്ളൂ. അതിൽ അസൂയയില്ല. കാരണം ശൗൽ സംഗീതജ്ഞനല്ല. എന്നാൽ യുദ്ധത്തിൽ ദാവീദ് തന്നെക്കാൾ മുമ്പനായാൽ ശൗലിന് കണ്ണുകടി ഉണ്ടാവും. ഇതുവരെ യുദ്ധത്തിൽ മുമ്പനായിരുന്ന ശൗൽ ഒരേ ഗോളത്തിൽ തുല്യ നിലയിലുള്ളവരാണ് അസൂയ തോന്നുന്നതെന്നാണ് പറയുന്നത്. കുബേരന് കുചേലനോടും മറിച്ചും അസൂയയില്ല. പക്ഷെ കുചേലൻ കുബേരനായാൽ മട്ടുമാറും. തുല്യമോ താണതോ ആയ നിലയിലിരുന്നാൽ തന്നിലും താണ നിലയിൽ ഇരുന്നവൻ അവൻ ഉയർന്നു വരുമ്പോൾ അസൂയുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരു ഉദാഹരണം പറയുന്നത്, ഡോക്ടർക്ക് ഡോക്ടറോടും
അധ്യാപകൻ അധ്യാപകനോടും, പട്ടക്കാരന് പട്ടക്കാരനോടും, രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരോടും അസൂയ തോന്നാം. അസൂയയുടെ സഞ്ചാരം മിക്കവാറും സമതലത്തിലൂടെയാണ്. ഒരേ വിധാനത്തിൽ കുത്തനെ കയറ്റത്തിലോ ഇറക്കത്തിലോ ഈ വാഹനം സാധാരണ ഓടുകയില്ലെന്നാണ് പറയുന്നത്. ഇനിയും നാലാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ അസൂയ മാരകമായ ഒരു പാപമാണ്. സാധാരണക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണെങ്കിലും മാരക പാപങ്ങളുടെ ക്യാപിറ്റൽ സിൻ, അതിൻ്റെ പട്ടികയിൽപ്പെട്ടതാണ് അസൂയ എന്ന് പറയുന്നത്. എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. മറ്റെല്ലാ പാപങ്ങളും, ഏത് പാപം ചെയ്താലും ജഡികമായി അല്പം സന്തോഷമെങ്കിലും മനുഷ്യന് നൽകും. അസൂയയാവട്ടെ ഒരിക്കലും ഒരു സന്തോഷവും നൽകത്തില്ല. രണ്ടാമത്, അസൂയ ഒരുവന് സ്വാഭാവികമായുള്ള സന്തോഷവും ഇല്ലാതാക്കും, അവന്റെ ആരോഗ്യം ക്ഷയിപ്പിക്കും. അതുകൊണ്ടാണ് അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമുളവാക്കുന്നു എന്ന് ശലോമോൻ പറയുന്നത്. അസ്ഥികളുടെ ദ്രവത്വം അത് പുറത്ത് കാണുവാൻ കഴിയുന്ന രോഗമല്ല, എന്നാൽ അത് ആരോഗ്യവും ശക്തിയും ഇല്ലാതെയാക്കും. മൂന്നാമത് ഒരു പ്രത്യേകതയുണ്ട്. അസൂയയ്ക്ക് ഇതര പാപങ്ങളെല്ലാം തന്നെ മനുഷ്യനെ മനസാക്ഷിക്കുത്തുണ്ടാക്കുന്നതാണ്. എന്നാൽ അസൂയ അങ്ങനെയല്ല. മനസാക്ഷി പൂർണ്ണമായും മരവിച്ചിട്ടില്ലാത്തവരിൽ ഓരോ അളവിൽ ഹൃദയത്തിൽ അസ്വസ്ഥത ഉളവാകും. അനുതാപത്തിലേക്ക് നയിക്കുവാൻ പല പാപങ്ങളും നമ്മളെ പ്രേരിപ്പിക്കും. അസൂയപ്പെടുന്നവനാകട്ടെ എന്തെങ്കിലും കുറവ് തനിക്കുള്ളതായിട്ട് തിരിച്ചറിയത്തില്ല. അങ്ങനെയാണ് പറയുന്നത്. അസൂയ ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. ഹൃദയം അസൂയ കൊണ്ട് നിറഞ്ഞാലും അത് തിരിച്ചറിയുവാൻ വ്യക്തിക്ക് കഴിവില്ലാതാവും. അതാണ് അസൂയയുടെ കുഴപ്പം. തത്സംബന്ധമുണ്ടാവുന്ന അസ്വസ്ഥതകൾക്ക് മറ്റ് വ്യാഖ്യാനങ്ങൾ നൽകും. അവന്റെ സന്തോഷം ഇല്ലാതെയാകും എന്നാണ് പറയുന്നത്. സ്വന്തം സന്തോഷമല്ല, മറ്റുള്ളവരുടെ ചുറ്റുപാടുമുള്ളവരുടെ സന്തോഷവും നശിപ്പിക്കുന്നതാണ് അസൂയ. അസൂയ ആത്മീയ ജീവിതത്തിലെ ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. ആരംഭത്തിൽ അത് കണ്ടുപിടിക്കുക അത്ര സാധ്യമല്ല. രോഗം മൂർച്ഛിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷമാവുന്നത്. അർബുദത്തിന് മരുന്നില്ല, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. അർബുദത്തിനും കഷണ്ടിക്കും മരുന്ന് കണ്ടുപിടിക്കുന്നു എന്ന പത്ര റിപ്പോർട്ടുകൾ കാണാം. പിന്നെയും മരുന്നില്ലാതെ അവശേഷിക്കുന്നതാണ് അസൂയ. നമ്മുടെ നാട്ടിൽ പറയും, ഇരട്ടവാലൻ വസ്ത്രങ്ങൾ കരളുന്നത് പോലെ അസൂയ മനുഷ്യനെ കരണ്ട് നശിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തില് എങ്ങനെയാണ്, എന്താണ് അസൂയയുടെ സ്ഥാനം എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ വചന ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം ചിന്തിച്ചു നോക്കുക. സ്നേഹത്തിന്റെ അഭാവമാണ് അസൂയയ്ക്ക് വഴിയൊരുക്കുന്നത്. അന്യന്റെ അഭിവൃദ്ധിയിലും ഉയർച്ചയിലും കണ്ണുകടി ഉണ്ടാകുന്നു. അതേ ഉയർച്ച സ്വന്തം മകനോ മകളോ ആർജിച്ചിരുന്നുവെങ്കിൽ ആഹ്ലാദം ഉണ്ടാകും, അഭിനന്ദനം അറിയിക്കും. ഗോലിയാത്തിനെ കൊന്ന് ജനങ്ങളുടെ ആരാധനാപാത്രമായത് യോനാഥാനായിരുന്നുവെങ്കിൽ ശൗലിന് കണ്ണുകടി ഉണ്ടാകുമായിരുന്നില്ല. കാരണം യോനാഥാൻ തന്റെ സ്നേഹഭാജനമാണ്. അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക എന്നിങ്ങനെയുള്ള ക്രിസ്തുവിന്റെ കൽപ്പനകളുടെ അർത്ഥം ഗ്രഹിക്കുന്നവന് ആരോടും അസൂയ ഉണ്ടാകുകയില്ല, ആരോടും അസൂയ തോന്നുകയുമില്ല. യേശു ക്രിസ്തുവിന്റെ അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പൗലോസ് ആശംസിക്കുന്നത് അതുകൊണ്ടാണ്. അത് നമ്മുടെ അനുഭവമാണ്. സ്നേഹം സ്പർശിക്കുന്നില്ല, നിഗളിക്കുന്നില്ല. പരിശുദ്ധാത്മാവും അസൂയയും തമ്മിൽ യാതൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ല, യാതൊരു ഫെലോഷിപ്പും ഇല്ല. മനുഷ്യരിലെ നല്ല ഗുണങ്ങൾ കാണുവാൻ കണ്ണു തുറന്നു വരുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. ആരോടെങ്കിലും എനിക്ക് അസൂയയുണ്ടോ? ചിന്തിച്ചു നോക്കുക. ആരോടെങ്കിലും എനിക്ക് അസൂയയുണ്ടെങ്കിൽ എനിക്ക് ക്രിസ്തുവുമായി യാതൊരു കൂട്ടായ്മയുമില്ല. ആരോടെങ്കിലും എനിക്ക് അസൂയ തോന്നുന്നുവെങ്കിൽ എനിക്ക് യേശു ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. അസൂയക്കുള്ള പ്രതിവിധി യേശു ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുകയാണ്. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ അന്യനെ വീക്ഷിക്കുന്നത് യേശുവിൻ്റെ കണ്ണുകളിലൂടെയാണ്. അന്യരുടെ അഭിവൃദ്ധിയിൽ നാം ആനന്ദിക്കും. ആ കണ്ണുകളിൽ സ്നേഹം മുറ്റി നിൽക്കുന്നതിനാൽ അസൂയ ഓടി ഒളിക്കും. ആ കണ്ണുകൾ അന്യന്റെ ദൂഷ്യമല്ല,
ശ്രേഷ്ഠതയും സാധ്യതയുമാണ് കാണുന്നത്. ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ ഏവരെയും വീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അസൂയയില്ലാതാകട്ടെ. നല്ലതുപോലെ ചിന്തിച്ചു നോക്കുക. എവിടെയാണ്? ഒരിക്കലും തിരിച്ചറിയാൻ വയ്യാത്തൊരു പാപമാണ് അസൂയ എന്ന് പറയുന്നത്. അതുണ്ടാകുമ്പോൾ എപ്പോഴും ഓർക്കണം, പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോയിരിക്കുന്നു. കർത്താവുമായിട്ട് നമുക്ക് യാതൊരു സഹവർത്തിത്വവും ഒരു ഫെലോഷിപ്പും ഇല്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ കാണുവാൻ ശ്രമിക്കുമ്പോൾ അസൂയ പാടയില്ലാതാകുന്നു. ആ നല്ലൊരവസ്ഥയിലേക്ക്, ജീവിതാവസ്ഥയിലേക്ക്, അസൂയയില്ലാത്ത അവസ്ഥയിലേക്ക് ദൈവം തമ്പുരാൻ തന്റെ പരിശുദ്ധ റൂഹാ മൂലം നമ്മെ നയിക്കട്ടെ. ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ ഏറെ സ്നേഹമുള്ള ഇന്നത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്ത ഏവർക്കും വളരെ ശ്രേഷ്ഠമായ ഒരു ആശയത്തെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ തിരുവചനത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതുമായ ഒരു ശ്രേഷ്ഠ വിഷയത്തെ നമ്മളെ പ്രിയപ്പെട്ട ബെന്നിയച്ചൻ പരിചയപ്പെടുത്തുകയുണ്ടായി. അസൂയ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മിൽ നിന്നുണ്ടാകുന്ന മറുപടി ഇല്ല എന്നായിരിക്കും. പക്ഷേ വേദപുസ്തകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ യാഥാർത്ഥ്യം തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതും അവനെ നന്മയിലേക്ക് നയിക്കുന്നതിന് പകരം തിന്മയിലേക്ക് എപ്പോഴും വലിച്ചുകൊണ്ടു പോകുന്നതുമായ ഒരു അടിസ്ഥാന സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിന്റെ 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ഇതിനൊരു വിവരണം, അച്ഛൻ ധാരാളം വിശദീകരണം വേദപുസ്തകത്തിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ ഇത് പഠിപ്പിച്ചു. ഒരു വാക്ക് മാത്രം കൂട്ടിച്ചേർക്കുകയാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച നീതി എന്ന ഫലം കൊയ്യും. ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത് ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അസൂയ ഉണ്ടാക്കുന്ന മനുഷ്യന്റെ പ്രത്യേകതകൾ, അവൻ എവിടെ അവന്റെ ജീവിതം ആരംഭം കുറിക്കുന്നു, അവൻ എവിടേക്ക് സഞ്ചരിക്കുന്നു, അതിലുണ്ടാകുന്ന പരിണത ഫലങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളൊക്കെ അച്ഛൻ വിശദീകരിച്ചിട്ടാണ് ഒടുവിൽ പറഞ്ഞത്. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലായിരിക്കുന്നവന് മാത്രമേ ഈ അസൂയയിൽ നിന്ന് കൃത്യമായി പൂർണ്ണമായി മോചനം ലഭിക്കുകയുള്ളൂ. അസൂയ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ക്രിസ്തുവുമായിട്ടുള്ള പരമമായ ബന്ധത്തിൽ ഞാൻ ന്യൂനതയുള്ളവനാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ഇതൊരു സെൽഫ് മെക്കാനിസം കൂടിയാണ്, ഒരു ഇൻട്രോസ്പെക്ഷൻ സ്കെയിലായത്. നമുക്ക് സ്വയം പരിശോധിക്കാം, നമുക്കിതുണ്ടോ. ക്രിസ്തുവുമായി പരിപൂർണമായ ബന്ധത്തിലായിരിക്കുന്നവന് നിശ്ചയമായും അസൂയയോ ഈർഷ്യയോ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് പലപ്പോഴും സമപ്രായക്കാരോട്, സമകാലീനരോട്, അല്ലെങ്കിൽ ഒരേ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരോട് ഇതിനൊക്കെ അച്ഛൻ നല്ല വിശദീകരണം നൽകി. എല്ലാ ഫീൽഡിലും ഈ അസൂയ പലപ്പോഴും പ്രതിഫലിക്കാറുണ്ട്. അതിനെ അതിജീവിക്കുവാൻ, പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞു, അതിന്റെ ശക്തീകരണത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ ഈ പരിപൂർണതയിലേക്ക് വരുവാൻ നമുക്കിടയാകണം. അച്ഛൻ്റെ നല്ല സന്ദേശം നിശ്ചയമായും നമ്മളൊക്കെയും ജീവിതത്തിൽ പാലിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് പൂർണ്ണമാക്കട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ജോർദാൻ